രണ്ടാഴ്ചത്തേക്ക് നീളുന്ന വെടിനിർത്തൽ തീയും പുകയും നിറഞ്ഞ പശ്ചിമേഷ്യൻ ആകാശത്ത് അപ്രതീക്ഷിതമായി തെളിഞ്ഞ ഒരു നിശബ്ദത. എന്നാൽ ഈ നിശബ്ദത സമാധാനത്തിന്റെ തുടക്കമോ അതോ അടുത്ത സംഘർഷത്തിന്റെ ഇടവേള? ഡൊണാൾഡ് ട്രംപ് നേതൃത്വം നൽകുന്ന അമേരിക്കയും ഖമേനിയുടെ ഇറാനും ഇരുവരും ഒരേ സമയം വിജയം പ്രഖ്യാപിക്കുന്ന അപൂർവ രാഷ്ട്രീയ നിമിഷമാണ് ലോകം ഇപ്പോൾ കാണുന്നത്. ഒരു വശത്ത് അമേരിക്ക പറയുന്നത് അവരുടെ കർശനമായ സൈനിക സമ്മർദ്ദവും സാമ്പത്തിക ഉപരോധങ്ങളും ഇറാനെ മുട്ടുകുത്തിച്ചു എന്നാണ്. മറുവശത്ത് ഇറാൻ അവകാശപ്പെടുന്നത് അമേരിക്കയെ നേരിട്ട് വെല്ലുവിളിച്ചു നിലകൊണ്ടത് തന്നെ അവരുടെ ചരിത്ര വിജയമാണ് എന്നാണ്. യുദ്ധഭൂമിയിൽ വെടിയൊച്ചകൾ കുറയുമ്പോഴും വാക്കുകളുടെ യുദ്ധം അത്ര തന്നെ ശക്തമായി തുടരുകയാണ്. ഇറാനിയൻ ജനതയ്ക്കെതിരെ നിയമവിരുദ്ധ യുദ്ധത്തിൽ ശത്രുവിന് ചരിത്രപരമായ തകർപ്പൻ പരാജയം സംഭവിച്ചിരിക്കുന്നുവെന്ന് ഇറാന്റെ പരമോന്നത ദേശീയ സുരക്ഷാ കൗൺസിൽ പ്രസ്താവനയിൽ അറിയിച്ചു. ഇറാൻ ഒരു വലിയ വിജയം കൈവരിക്കുകയും അമേരിക്കയെ തങ്ങളുടെ പത്തിന ഉപാധികൾ സ്വീകരിക്കാൻ നിർബന്ധിതരാക്കുകയും ചെയ്തുവെന്നും അവർ അവകാശപ്പെട്ടു. 10 ഉപാധികൾ ചർച്ചയിലൂടെ അംഗീകരിക്കുമ്പോൾ മാത്രമേ ഇറാൻ യുദ്ധം അവസാനിപ്പിക്കാൻ സമ്മതിക്കുകയുള്ളൂ എന്നും സുരക്ഷാ കൗൺസിൽ അറിയിക്കുന്നുണ്ട്. വിജയത്തിൽ എല്ലാ ഇറാൻ ജനതയെയും ഞങ്ങൾ അഭിനന്ദിക്കുന്നു. ഈ വിജയത്തിന്റെ വിശദാംശങ്ങൾ അന്തിമമാകുന്നതുവരെ അധികാരികളുടെ ഭാഗത്തു നിന്ന് ക്ഷമയും വിവേകവും ആവശ്യമാണെന്നും ഇറാനിയൻ ജനതയുടെ ഐക്യവും ഐക്യദാർഢ്യവും നിലനിർത്തണമെന്നും അഭ്യർത്ഥിക്കുന്നു എന്ന് പ്രസ്താവനയിൽ പറയുന്നു.